എന്താകും ഇനി ഇറാൻ്റെ ഭാവി? മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. കഴിഞ്ഞ 4-5 ദിവസം കൊണ്ട് കേരളത്തിലെ ഒരു സാറ്റലൈറ്റ് ചാനൽ, കോഴിക്കോടുള്ള സാറ്റലൈറ്റ് ചാനൽ, ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വ്യതിചലിച്ചു. അവരിപ്പം ആസാദിനെ തെറി വിളിക്കുകയാണ്. ഇതാണ് സംഭവം. ഇവരൊന്നും ബേസിക്കലി ജിയോ പൊളിറ്റിക്സിനെ പറ്റി ഒരു കുന്തവും അറിയത്തില്ല. ചുമ്മാ വിടുവാത്തരം വിളിച്ച് പറയുന്നു. അതിനെ തുള്ളിച്ചാടാൻ വേണ്ടി കുറച്ച് സുഡാപ്പികളും മതപരമായ സുഡാപ്പികളും ചില മുസ്ലിം നാമധാരികളായ ആൾക്കാരുടെ ധാരണ ഈ മുസ്ലിം രാജ്യം എന്ന് പറയുന്നത് എന്തോ വലിയ ചേനയാണെന്ന്. ഇപ്പം ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം രാജ്യങ്ങൾ കുഴപ്പമൊന്നുമില്ല ചില കാര്യങ്ങളിൽ. ഇപ്പോൾ സൗദി എടുത്താലും UAE എടുത്താലും ഈ ബഹ്റൈനൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഈജിപ്റ്റ് എടുക്കാം, വലിയ പ്രശ്നമൊന്നുമില്ലാത്ത രാജ്യങ്ങളാണ്. പക്ഷെ ഈ ഖത്തറിൻ്റെ ആണെങ്കിലും അവരുടെ നിലപാട്, ഇറാനോടുള്ള നിലപാടും അവിടെ ഭരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ, ഖമൈനിയുടെ ഈ പറയുന്ന ആത്മീയ സംഭവത്തെ മുഴുവൻ ഇപ്പം അവരങ്ങ് ഇഗ്നോർ ചെയ്യുവാണ് ഇപ്പോൾ. ഇതാണ് ഈ തമാശ നടക്കുന്നത്. അപ്പോൾ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പല ആവർത്തി പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എന്തായിരിക്കും ഇറാന് വരാൻ പോകുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇപ്പോഴ് ഈ സിറിയയുടെ വീഴ്ച, അതായത് ആസാദ് അഡ്മിനിസ്ട്രേഷൻ വീണതോടുകൂടി റിബൽ ലീഡേഴ്സ് ഈ സിറിയ പിടിച്ചെടുത്തു. ആരുടെയാണ് ഏറ്റവും വലിയ ശത്രു? സിറിയ. ഈ റിബൽ ലീഡേഴ്സിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ഇറാൻ. മറ്റൊരു ശത്രു ആരാണ്? റഷ്യ. കാരണം റഷ്യൻ ബോംബുകളും മിസൈലും കൊണ്ടാണ് റിബൽ ലീഡേഴ്സിന് കഴിഞ്ഞ 13 വർഷം കൊണ്ട് നടന്ന സിവിൽ വാർ. അതേപോലെ തന്നെ ഇറാൻ്റെ വെപ്പൺസ് ഉപയോഗിച്ചിട്ടാണ് ആസാദ് റെജീം ഈ റിബൽസിനെ മുഴുവനും കൊന്നുകളഞ്ഞത്. ഏകദേശം 5 ലക്ഷത്തോളം പേരാണ് കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ കാണാനില്ല എന്ന് കണക്കുകൾ പുറത്തു വരുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ചില രസകരമായ സംഭവങ്ങൾ പറയും. ഇപ്പോൾ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അമേരിക്കനായിട്ടുള്ള ഒരു മിഷണറിയെ റിബൽ ലീഡേഴ്സ് റിലീസ് ചെയ്തു. പക്ഷേ യഥാർത്ഥ കണക്കൊന്നുമല്ല. ഏകദേശം 60-70 സുവിശേഷകരെ, ക്രൈസ്തവ ഇവാഞ്ചലിക്കൽ സുവിശേഷകരെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അതും ഈ ഹാർഡ് കോർ റിബൽ, ഈ അൽ-ഖൈദ ISIസിൻ്റെ ആൾക്കാരാണ് റിലീസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അത് സൂചന വളരെ കൃത്യമാണ്. ഈ പറയുന്ന റിബൽ ലീഡേഴ്സ്, ഈ സഹർ അഹമ്മദി അൽ സഹർ, അയാളുടെ കൂടെയുള്ളവർ, ഇവരൊക്കെ എന്താണ് മുന്നിൽ കാണാൻ പോകുന്നത്? പക്ഷെ അവരൊരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. അവരൊരു കാരണവശാലും ഷിയ നമസ്കരിക്കുന്ന അവരുടെ പള്ളിയാണെങ്കിലും അവരുടെ പുരോഹിതന്മാരെ ആണെങ്കിലും അവിടെ ഉള്ള ഷിയ ആൾക്കാരെ ഇവർ ഉപദ്രവിക്കാൻ പോകുന്നില്ല. അവർക്കും ഈ രാജ്യത്ത് ജീവിക്കാം. കാരണം വളരെയധികം ഇറാനിയൻസ് ഡെമാസ്കസിലും അലപ്പോ പല സിറ്റികളിലുണ്ട്. ഇവർ ഈ ആസാദുമായിട്ട് യോജിച്ച് കഴിഞ്ഞ് ഈ ഹിസ്ബുള്ളയ്ക്കും ഈ പറയുന്ന മിലിറ്റൻ്റ് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു. ഇവരെല്ലാം ബേസിക്കലി ഷിയ ബേസ്ഡ്. എന്താണ് ഇറാനിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത്? സംഭവം വളരെ മോശമായ സ്ഥിതിയാണ് ഇറാനിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഉണ്ടാകുന്നത്. അവിടെ ജനങ്ങൾ ഇളകാൻ തുടങ്ങി. കാരണം സിറിയയിൽ എന്താണ് സംഭവിച്ചത്? ഒന്നാമത് അവിടെയുള്ള മതത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അലി ഖമൈനിയുടെ അഡ്മിനിസ്ട്രേഷൻ, അവർക്കെതിരെ ഭയങ്കര പകയോടാണ് അവിടുത്തെ ജനങ്ങൾ കഴിയുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതൽ, അവിടെ ആഹാരത്തിന് പോലും പ്രശ്നമാകാൻ തുടങ്ങി. അവരുടെ ലൈഫ് സ്റ്റൈൽ മുഴുവനും. കാരണം ഒരു സമയത്ത് എന്തായിരുന്നു ഇറാൻ, അതിനെ മാറ്റിമറിച്ച് 70കളുടെ അവസാനം ഇസ്ലാമിക് റവല്യൂഷന് ശേഷം അവിടെ ആധ്യാത്മിക ഭരണങ്ങളാണ് കൊണ്ടുവന്നത്. ആ രാജ്യത്തെ കുട്ടിച്ചോറാക്കി മാറ്റി. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പലതും പറഞ്ഞതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തായിരിക്കും ഇനി ഇറാൻ്റെ ഭാവി? കാരണം കേരളത്തിലുള്ള ഇറാൻ്റെ വളരെയധികം അഭ്യുതകാംക്ഷികളും ഫാനുകളുമുണ്ട്. പ്രത്യേകിച്ച് ചാനലുണ്ട്, പല യൂട്യൂബ് ചാനലൊക്കെ പറയുന്നത് ഇറാൻ അടിച്ചു കയറുന്ന സംഭവമെന്നൊക്കെയാണ് പറയുന്നത്. ഏകദേശം ഇറാഖുമായിട്ടുള്ള ബോർഡറിൽ 300 കിലോമീറ്റർ അടുത്ത്, അതായത് ഡമാസ്കസിൽ നിന്ന് 300 കിലോമീറ്റർ മാത്രം മാറി ഈ പ്രോക്സീസിനെ ഉണ്ടാക്കിയ ശേഷം, അതായത് ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ, പിന്നെ ഇറാഖുമായിട്ട് ചേർന്ന് ഇറാഖിൽ തന്നെ ഷിയ ആയിട്ടുള്ള ഏകദേശം 13ഓളം ഇതേപോലെ പ്രോക്സീസ് ഉണ്ട്. ഇതെല്ലാം മിലിഷ്യ ഓർഗനൈസേഷനാണ്. അപ്പം
അവരുള്ള സമയത്ത് ഈ 300 കിലോമീറ്റർ സിറിയയുടെ അടുത്തായിരുന്നു ഈ ഇറാനിയൻ റിപ്പബ്ലിക്കൻ ഗാർഡ്സിൻ്റെ വലിയൊരു കമാൻഡ്. കാരണം ഏത് സമയത്തും നമുക്ക് ഇസ്രായേലിനെ അടിക്കണം, ഏത് സമയത്ത് സിറിയയ്ക്ക് അവർ സംരക്ഷണം കൊടുക്കണം, ഹൂത്തികൾക്ക് സംരക്ഷണം. ഇതിനു വേണ്ടിയാണ് ഇത്രയും പേര്, ഏകദേശം 30,000-ഓളം പേര് ഈ പറയുന്ന ബോർഡർ ലൈനിലോട്ട് വന്നത്. കാരണം സിറിയയെ സഹായിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇവർ മുഴുവനും ഒന്നടങ്കം ഇറാനിലോട്ട് അങ്ങ് പോയി. കാരണം ഇവർക്ക് പിടികിട്ടി അടുത്ത അറ്റാക്ക് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്ന ഇവരുടെ ബോർഡറിലായിരിക്കും. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഗ്ലോബലായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, 2015 ബറാക്ക് ഒബാമ ഈ ഇറാനുമായിട്ട് ന്യൂക്ലിയർ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇവരുമായിട്ട് സൈൻ ചെയ്യുന്നത്. അന്ന് ഇതിന് ഇറാന് പ്രാധാന്യം വന്നു. കാരണം അമേരിക്ക അവരുടെ ന്യൂക്ലിയർ സംഭവങ്ങളെ അംഗീകരിക്കാൻ പോകുന്നു. പിന്നീട് ട്രംപ് വന്നിട്ടാണ് അതെടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഇറാന് മേളിൽ പുതിയ സാങ്ഷൻ ഏർപ്പെടുത്തിയത്. പിന്നീടാണ് ഇറാൻ ഗെയിം കളിക്കുന്നത്. ഈ പ്രോക്സീസിന് ഇത്രമാത്രം ആയുധങ്ങൾ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് അവരുടെ ഫ്രണ്ട് ലൈനിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അവർ ഇവിടെ മാത്രമൊന്നുമല്ല, ഈ കേരളത്തിലെ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന UAE-ക്കെതിരെ അറ്റാക്ക് ചെയ്തു. കാരണം ഹൂത്തികളെ വെച്ച് യമനിൽ നിന്ന്. അതേപോലെ തന്നെ സൗദി അറേബ്യക്കെതിരെ അറ്റാക്ക് ചെയ്തു. അവരുടെ ഓയിൽ റിഫൈനറി, ഓയിൽ ബ്ലോക്സിനെയും അറ്റാക്ക് ചെയ്യുന്നു. അവരുടെ ഷിപ്പ് വെസൽസിനെ അറ്റാക്ക് ചെയ്യുന്നു. അതായത് എല്ലാ രീതിയിലും ഇറാൻ അവിടെ ഒരു നാശകാരിയായിട്ടാണ് മാറി ആ റീജിയൻ മുഴുവനും. അപ്പം ആരാണ് ഇവരെ പിടിച്ചു കെട്ടുന്നത്? കാരണം അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്, ഏറ്റവും വലിയ സൈന്യം, അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ സൈന്യം അവരുടെ കയ്യിലുണ്ട്. പിന്നെ മതത്തിൻ്റെ എല്ലാ രീതിയിലും മുന്നോട്ട് പോകുന്ന സൈന്യം. ഈ ഒരു കാഴ്ചയിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏകദേശം 100-200 ബില്യൺ ഡോളർ സ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ഹിസ്ബുള്ളയാണെങ്കിൽ ഇതേപോലെ പ്രോക്സീസിനെ മുഴുവനും സൃഷ്ടിച്ചത്. ഇത് മുഴുവനും തീർന്നു കഴിഞ്ഞതോടുകൂടി ഇവർക്കൊരു കാര്യം വ്യക്തമായി, സിറിയ വീണു, ലെബനൻ വീണു. ഒക്ടോബർ 7 ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ഡെവലപ്മെൻറ്റാണ് ഹമാസിൻ്റെ വെടിതീർത്ത് കൈ കൊടുത്തു. ഗാസയിൽ ഇസ്രായേൽ ഇഷ്ടമുള്ളിടത്ത് ബോംബ് ചെയ്യുന്ന ലോകത്താരും അതിനെപ്പറ്റി ചോദിക്കാൻ പോലുമില്ല. കാരണം ബെഞ്ചമിൻ നെതന്യാഹു വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഒരു ഹമാസുകാരനെ പോലും ജീവനോട് ഞങ്ങൾ വെച്ചേക്കത്തില്ല. അതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവരിഷ്ടമുള്ളിടത്തൊക്കെ ബോംബ് ചെയ്യുകയാണ്, ആരും ചോദിക്കാറ്. നേരത്തെ ബൈഡൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ പറയാൻ, ഇപ്പം അതുപോലുമില്ല. കാരണം അയാളും മാറാൻ പോവുകയാണ്, ട്രംപ് വരാൻ പോവുകയാണ്. അപ്പം എങ്ങനെയായിരിക്കും ഇറാൻ്റെ വരാൻ പോകുന്ന ഫ്യൂച്ചർ? ഭാവി ഏത് രീതിയിലാണ് ഇറാൻ്റെ സ്ഥിതി? മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഇറാനുമായിട്ട് കുറച്ചൊക്കെ ചങ്ങാത്തം പുലർത്തിയ രാജ്യമായിരുന്ന ഖത്തറിന് വാണിങ്ങി കിട്ടി. ഇറാനുമായിട്ടും വരും. ആ ലോഹ്യത്തിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഖത്തറിൻ്റെ നിലപാടറിയാൻ അവരുടെ അൽ ജസീറ ചാനൽ നോക്കിയാൽ മതി. ഇപ്പോൾ ഇറാന് ഒരു സമയം ഏറ്റവും പുകഴ്ത്തിക്കൊണ്ടിരുന്ന ജസീറ ചാനൽ പെട്ടെന്ന് ചുവടെ മാറ്റി. കാരണം ട്രംപ് വരുന്നു. മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെയും വെസ്റ്റ് ഏഷ്യയുടെയും ജിയോ പൊളിറ്റിക്സ് മുഴുവനും മാറി. ഇറാൻ സംപൂജ്യമായിട്ടങ്ങ് മാറി. ഇനി അടുത്ത ചോദ്യം, എങ്ങനെയായിരിക്കും ഇറാൻ ഇനി മുന്നോട്ട് പോകുന്നത്? അവർക്ക് വേറൊരു വഴിയുമില്ല. അതായത് കേരളത്തിൽ ഇറാൻ ഫാനുകളോട് പറയുകയാണ്, അവർ അമേരിക്കയുടെ മുമ്പിൽ സറണ്ടർ ചെയ്തേ മതിയാവത്തുള്ളൂ. അവരൊരു കാരണവശാലും ന്യൂക്ലിയർ പരിപാടിയായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. സറണ്ടർ അമേരിക്ക, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സംഭവം. അതായത് ഇസ്രായേലുമായിട്ട് യാതൊരു പ്രശ്നത്തിലും അവർ തയ്യാറല്ല എന്നിവരെ കാരണം മനസ്സിലാക്കാൻ സാധിച്ച ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് അനുസരിച്ചിട്ട് അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ടുള്ള മസൂദ് പെഷഷ്കാൻ, അദ്ദേഹം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സന്ദേശം കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ആധ്യാത്മിക നേതാക്കൾക്ക്, അതായത് അലി ഖമേനിക്ക് അവരുടെ കൂട്ടർക്കും, നിങ്ങൾ ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറാനെ പറ്റി നടത്താൻ പാടില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിലുള്ള പല ആൾക്കാർ, ഇൻക്ലൂഡിങ് എക്സ്റ്റേണൽ അഫേഴ്സ് മിനിസ്ട്രിയും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവരുടെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം വളരെ സ്ക്രിപ്റ്റഡ് ആയിരിക്കും. ഒരു കാരണവശാലും അമേരിക്കക്കെതിരെയോ ഇസ്രായേലിനെതിരെയോ ഒരു രാജ്യത്തിനെതിരെയും പറയുമ്പോൾ അത് മറ്റുള്ളവർ പറയുന്നതല്ല, ആ രാജ്യത്തിൻ്റെ തലവന്മാർ 3-4 പേരെ ഇതിനെപ്പറ്റി പറയുകയുള്ളൂ. അതായത് ഇറാൻ വരെ പൂർണ്ണമായിട്ടും അടിയറവ് വെച്ചു. എന്താ അതിൻ്റെ കാര്യം? എന്ത്? ഒക്ടോബർ 7 അതിൻ്റെ ഇഷ്യൂ. അന്ന്
അന്ന് ചെയ്തൊരു വീഡിയോ നിങ്ങളെടുത്ത് പഴയതെടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്ററാണ്. പക്ഷെ ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് ഒരു പ്രഡിക്റ്റ് ചെയ്ത് പറഞ്ഞു, ഇത് ജിയോ പൊളിറ്റിക്സ് മിഡിൽ ഈസ്റ്റിലും വെസ്റ്റ് ഏഷ്യയിലും ജിയോ പൊളിറ്റിക്സ് മുഴുവനും മാറ്റി എഴുതും. ഇസ്രായേൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൂപ്പർ പവറായിട്ട് വരും. ഇന്ന് ഇസ്രായേലാണ് തീരുമാനിക്കുന്നത് എന്താണ് സിറിയയിൽ സംഭവിക്കേണ്ടത്, എന്താണ് ലെബനനിൽ ഉണ്ടാകേണ്ടത്. ഹിസ്ബുള്ളയുടെ വെടി തീർന്നു, ഹൂത്തികൾ എവിടെ പോയി, ഹമാസ് എവിടെ പോയി? നിങ്ങളെന്താ കേരളത്തിലെ പല യൂട്യൂബ് ചാനൽ സാറ്റലൈറ്റ് ചാനലും പറഞ്ഞത് ഇറാൻ ഭയങ്കര ശക്തിയാണ്, ഇറാൻ ഇപ്പോഴടിക്കും. ഞാൻ പറഞ്ഞു ഒരു കോപ്പും അടിക്കാൻ പോകുന്നില്ല, കാരണം അവൻ്റെ ഒന്നുമില്ല അടിക്കാൻ. ഹിസ്ബുള്ള ഭയങ്കര സംഭവമാണ്, ഇപ്പം അടിച്ച് തീർക്കും. എവിടെ പോയി എൻ്റെ ലീഡേഴ്സ്? പിന്നെ ഇറാന് വേണ്ടി പിന്തുണച്ചിരുന്ന സിറിയ ഇല്ലാതായി, ലെബനൻ ഇല്ലാതായി, ഹിസ്ബുള്ള ഇല്ലാതായി, ഹമാസ് ഇല്ലാതായി, ഹൂത്തികൾ ഇല്ലാതായി, 12ഓളം പ്രോക്സികൾ അവരും ഇല്ലാതായി. ആകെ അവശേഷിക്കുന്നത് സിറിയയിലുണ്ടായ അവരുടെ ഏറ്റവും വലിയ ശത്രു, അതായത് ഇപ്പോഴത്തെ അഹമ്മദി അൽ സഹറ, ഇറാന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. അവനാണ് പുതിയതായിട്ടുണ്ടാക്കിയ അവിടുത്തെ പവർ എന്ന് പറയുന്നത്. അയാൾ നാളെ ഇറാനെ കിട്ടി കടിച്ച് കീറും. ആ രീതിയിലാണ് സംഭവം. അതായത് ജിയോ പൊളിറ്റിക്സ് മുഴുവനും മാറി. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ഏകദേശം 25 മുതൽ 30 വർഷം പുറകോട്ട് പോയി. അല്ല, ഇറാൻ ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർ സറണ്ടർ ചെയ്തേ മതിയാകത്തുള്ളൂ. ഈ പറയുന്ന പട്ടാളത്തെ വെച്ച് കാണിക്കാൻ ഒരു കുന്തവും അവരുടെ കയ്യിലില്ല. അന്നേ ഞാൻ പറഞ്ഞു, ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറാൻ അന്നോട് തീർന്നു. ഇറാൻ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത്രയും സിറിയയിൽ ഉണ്ടായിട്ട് പോലും ഈ ഒരു മിലിഷ്യ ഗ്രൂപ്പിനെതിരെ പോലും പ്രതിരോധിക്കാനുള്ള കഴിവില്ലാതായി. ഇറാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്, മിലിഷ്യ ഗ്രൂപ്പ് രാജ്യം ഒരു ഗ്രൂപ്പാണ്. ഇപ്പം കാശ്മീർ ടെററിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനെതിരെ പോലും അറ്റാക്ക് ചെയ്യാൻ ഇവർക്ക് സാധനമില്ല. അവരുണ്ടാക്കി കൊടുത്ത സിറിയയിലെ ഫാക്ടറി, മിസൈൽ ഫാക്ടറി, അത് ബോംബിട്ട് നശിപ്പിച്ചു. ലെബനിൽ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊടുത്ത മിസൈൽ ഫാക്ടറി, ഡ്രോൺ ഫാക്ടറി, അത് ബോംബിട്ട് നശിച്ചു. സംഭൂജനായി ഇറാൻ, ഒന്നുമില്ലാതായി. അതായത് പച്ച മലയാളത്തിൽ പറയുന്ന ഉടുതുണിയും പണിയായുധം മാത്രമേ ഉള്ളൂ. അപ്പം ഇവരുടെ ഹിസ്ബുള്ളയുടെ പണിയായുധത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, ആ പേജറിൽ കൂടെ തീർന്നു പോയി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയാം, ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മിഡിൽ ഈസ്റ്റ് ഏഷ്യയും ലോകത്തെ തന്നെ നമ്മൾ ജിയോ പൊളിറ്റിക്സും ജിയോഗ്രഫി എല്ലാം എടുത്ത് നോക്കുമ്പോൾ ഒരു ശക്തമായ രാഷ്ട്രമായിരുന്ന ഇറാൻ ഒന്നുമല്ലാതെ, ഈ നഗ്നനായി തുള്ളിച്ചാടുക എന്ന് പറയത്തില്ലേ, നാണം മറയ്ക്കാൻ വേണ്ടി, അതിനേക്കാളും കഷ്ടമായിട്ട് കേരളത്തിലെ സുഡാപ്പികളുടെ ആ ചാനലിലെ ഹീറോകളുടെ സ്ഥിതിയാണ് ഞാനിത് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് സംശയമായിട്ട് എടുത്ത് നോക്ക് എന്താണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചാനലായ അൽ ജസീറയെ നോക്ക്, എന്താണ് ഇറാനെ പറ്റി അവരും പറയുന്നുണ്ട്, എന്ത് സംഭവിച്ചു. അതായത് ഇറാന് ഒരു പൂർണ്ണമായിട്ടും ഒരു ശക്തിയുമല്ല, ഒരു ക്ലാപ്പുമല്ല, ഒന്നുമല്ലാതായി മാറി. അതാണ് ഒക്ടോബർ 7 ഇറാന് കിട്ടിയ ഏറ്റവും വലിയ പാരിതോഷികം.